ഒരൊറ്റ തള്ള. ഈ മാസം 8-ാം തീയതി, അതായത് ജൂലൈ മാസം 8-ാം തീയതി മുഖ്യമന്ത്രി VD സതീശൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ മുഖ്യമന്ത്രി അതായത് പിണറായി വിജയൻ 29 വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഞാനാകട്ടെ ഏതാനും വകുപ്പുകൾ, മുഖ്യമന്ത്രി അടക്കം ഏതാനും ധനകാര്യ വകുപ്പ്, തുറമുഖ വകുപ്പ്, അങ്ങനെ കുറച്ച് വകുപ്പുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അല്ലാതെ ഈ പിണറായി വിജയൻ ചെയ്തതുപോലെ 29 അത്രയും വകുപ്പുകളൊന്നും എൻ്റെ കയ്യിലില്ല. ആ വാക്കുകൾ കേൾക്കാം. 29 വകുപ്പുണ്ടായിരുന്നു പിണറായി വിജയന്റെ കയ്യിൽ. 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. IT വ്യവസായ വകുപ്പിന്റെ കൂടെ കൊടുക്കേണ്ട IT എടുത്ത് പിണറായി വിജയൻ കയ്യിൽ വെച്ചത് ഞാൻ ചോദിക്കാനുള്ള ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു IT എടുത്തു വെച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു വകുപ്പ് എടുക്കരുതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നുവെച്ചാൽ പ്രധാനപ്പെട്ടത്. ഞാനതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞത്. ഞാൻ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട കുറെ വകുപ്പുകളുണ്ട്, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അതൊഴിച്ച് ആഭ്യന്തരവും വേണ്ട, ഫിനാൻസും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സമ്മതിച്ചില്ല. ഫിനാൻസ് നിർബന്ധമായി മുഖ്യമന്ത്രി എടുക്കണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. നിർബന്ധമായി എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഫിനാൻസ് എടുത്തത്, അല്ലേ? ഞാൻ പോർട്ട് കൊടുത്തു. പോർട്ട് എന്താ എടുക്കാൻ കാര്യം? പോർട്ട് എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഈ സർക്കാരിന്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റ് പോർട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവുമ്പോഴാണ് അതിന്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുള്ളൂ. വകുപ്പ് എടുക്കുന്ന അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു വില കുറഞ്ഞ വർത്തമാനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയ്ക്ക് യോജിക്കാത്ത വർത്തമാനമാണ് ബഹുമാനപ്പെട്ട, എനിക്ക് വിഷമമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? അല്ലെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എന്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാ കയ്യിൽ വെച്ചത്? എന്തിനാ IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ. ഞാനായതുകൊണ്ട് ഞാൻ അതിന്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. മുഖ്യമന്ത്രി ഈ പറഞ്ഞത് ശരിയാണോ? അല്ല. VD സതീശൻ 35 വകുപ്പുകളാണ് ഭരിക്കുന്നത്. ഇനി സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ VD സതീശന്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജിൽ അദ്ദേഹം കൈയാളുന്ന 35 വകുപ്പുകളുടെ കൃത്യമായിട്ടുള്ള വിശദീകരണമുണ്ട്. അതേക്കുറിച്ച് ഇനി നമുക്ക് സംസാരിക്കാം. 1. ഫിനാൻസ്, അതായത് ധനകാര്യം. 2. നാഷണൽ സേവിങ്സ്. 3. സ്റ്റോർ പർച്ചേസ്. 4. കമേഴ്സ്യൽ ടാക്സസ്. അഗ്രികൾച്ചർ ഇൻകം ടാക്സ്. ട്രഷറീസ്. ലോട്ടറീസ്. സ്റ്റേറ്റ് ഓഡിറ്റ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. സ്റ്റേറ്റ് ഇൻഷുറൻസ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ്. പോർട്സ്, അതായത് തുറമുഖം. ലോ, നിയമം. പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം. ഓൾ ഇന്ത്യ സർവീസസ്. സയൻസ് ആൻഡ് ടെക്നോളജി. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നോൺ റെസിഡന്റ് കേരളൈസ് അഫയേഴ്സ്. പൊല്യൂഷൻ കൺട്രോൾ. സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. ഇലക്ഷൻ, ഇന്റഗ്രേഷൻ. സൈനിക് വെൽഫെയർ. ഡിസ്ട്രസ് റിലീഫ്. സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി. അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്. എയർപോർട്ട്സ്. മെട്രോ റെയിൽ. ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടേഴ്സ്. കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ. കേരള സ്റ്റേറ്റ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. റെയിൽവേസ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, അതായത് NUALS. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ്. ഓൾ ഇമ്പോർട്ടന്റ് പോളിസീസ്. ഇത്രയും വകുപ്പുകളാണ് VD സതീശൻ ഭരിക്കുന്നത്. ഈ 35 വകുപ്പുകൾ താൻ ഭരിക്കുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ 29 വകുപ്പുകൾ കൈയാളി എന്ന് ഒരൊറ്റ തള്ളിയത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.